അഴിമതിയുടെ കാര്യത്തിലും അഴിമതിക്കാരുമായി കൂട്ടുകൂടുന്ന കാര്യത്തിലും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ബിജെപിയും കോൺഗ്രസുമെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നു. ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന്റെ പുതിയ മാതൃകയായി ടെലികോം കുംഭകോണത്തിൽ പ്രതിയായി അഴിമതി കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച മുൻ കേന്ദ്രമന്ത്രി സുഖറാം 91 വയസ്സിൽ കൊച്ചുമകനൊപ്പം ബിജെപി പാളയം വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണിപ്പോൾ. പി.വി. നരസിംഹറാവു മന്ത്രിസഭയെ നാണം കെടുത്തിയ ടെലികോം കുംഭകോണം നടത്തിയ സുഖറാം മകനെയും കൂട്ടി ബിജെപിക്കൊപ്പം പോയ വഞ്ചന മറന്ന കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ അഴിമതിക്കാരനെ വാരിപ്പുണരുകയാണ്. സുഖറാമിന്റെ അഴിമതി പഴയതെന്ന് പറഞ്ഞ് വെള്ളപൂശിയ ബിജെപിയും ആരോപണം ഉന്നയിക്കാനാവാതെ മൗനത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുവിട്ട് കൂടുമാറുന്ന കപട രാഷ്ട്രീയം കണ്ട് പകച്ചു നിൽക്കുന്നത് പാവം വോട്ടർമാരാണ്. ഇന്നലെ വരെ എതിർചേരിയിൽ നിന്നും പോരടിച്ചവർ ഇന്ന് കൈകൊടുത്ത് പാർട്ടിയിലേക്ക് എത്തുമ്പോൾ അന്തം വിടുന്നവരിൽ പാർട്ടി പ്രവർത്തകരുമുണ്ട്. 1993 മുതൽ 96 വരെ പി.വി. നരസിംഹറാവുവിന്റെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ടെലികോം മന്ത്രിയായിരുന്ന സുഖറാമിന്റെ വസതിയിൽ CBI പരിശോധന നടത്തിയപ്പോൾ 3.6 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. ടെലികോം വകുപ്പിനായി ഗുണനിലവാരം കുറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ട് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ പ്രത്യേക CBI കോടതി സുഖറാമിന് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവച്ചതോടെ സുഖറാമിന് തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വന്നു. കോൺഗ്രസിലെ അഴിമതിയുടെ പ്രതിരൂപമായാണ് സുഖറാമിനെ BJP ഉയർത്തിക്കാട്ടിയത്. അഴിമതിക്കാരനായ സുഖറാം ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ വികാസ് കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ BJP അഴിമതി ആരോപണങ്ങൾ വിഴുങ്ങി സഖ്യമാവുകയായിരുന്നു. സുഖറാമിന്റെ ഹിമാചൽ വികാസ് കോൺഗ്രസുമായുള്ള സഖ്യം കോൺഗ്രസ് കോട്ടയായ ഹിമാചലിൽ BJPക്ക് അധികാരം നേടിക്കൊടുത്തു. സുഖറാമിന്റെ മകൻ അനിൽ ശർമ്മ BJP മന്ത്രിസഭയിൽ മന്ത്രിയായി. 2014 ഹിമാചൽ വികാസ് കോൺഗ്രസിൽ ലയിച്ച സുഖറാം മകനൊപ്പം വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങി. മകൻ അനിൽ ശർമ്മ കോൺഗ്രസിലെ വീരഭദ്ര സിംഗ് മന്ത്രിസഭയിൽ മന്ത്രിയായി. വീണ്ടും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. BJP സർക്കാരിൽ മന്ത്രിയാണിപ്പോൾ അനിൽ ശർമ്മ. ടെലികോം അഴിമതിയിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചെങ്കിലും ഹിമാചലിലെ ബ്രാഹ്മണ സമുദായത്തിന്റെ പിന്തുണയാണ് സുഖറാമിന്റെയും കുടുംബത്തിന്റെയും കരുത്ത്. സുഖറാമിന്റെ കൊച്ചുമകൻ ആശ്രയ് ശർമ്മയ്ക്ക് മാണ്ഡി മണ്ഡലത്തിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് സുഖറാം കൊച്ചുമകനൊപ്പം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തെത്തി AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്നും മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. BJP സർക്കാരിൽ മന്ത്രിയായ ആശ്രയിന്റെ പിതാവ് അനിൽ ശർമ്മയും BJP വിട്ട് കോൺഗ്രസിലെത്തുമെന്നാണ് സൂചന. ആശ്രയ് ശർമ്മയ്ക്ക് സുഖറാമിന്റെ പഴയ മണ്ഡലമായ മണ്ഡി സീറ്റ് നൽകാനും കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. റാഫേൽ അഴിമതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കള്ളനെന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി അഴിമതിയിൽ ശിക്ഷിക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ച സുഖറാമിനെ കോൺഗ്രസിലെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ പൊയ്മുഖമാണ് അഴിഞ്ഞു വീഴുന്നത്. സുഖറാമിനൊപ്പമുള്ള ഹിമാചലിൽ ബ്രാഹ്മണ വോട്ടുകൾ കണ്ട് വഞ്ചനയും അഴിമതിയും മറന്നിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ്. ഇത്തരം ആളുകളെ കൂടെ കൂട്ടിയാണ് അഴിമതിരഹിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.